ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സീറ്റ് വിഭജന തിരക്കിലാണ് ബി.ജെ.പി. 8 സീറ്റ് ചോദിച്ച BDJSന് 4 സീറ്റുകൾ നൽകുമെന്ന് പറയുമ്പോഴും 6 സീറ്റുകൾ നൽകി സെറ്റിൽ ചെയ്യാനാണ് ബി.ജെ.പിയുടെ നീക്കം. അതേസമയം 8 സീറ്റ് എന്ന നിലപാടിൽ ഉറച്ച് BDJS സഖ്യപ്രഖ്യാപനവുമായി രംഗത്തുണ്ടെങ്കിലും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ ബി.ജെ.പി. വിരുദ്ധ പ്രചാരണങ്ങളുമായി BDJS സൈബർ പോരാളികൾ സജീവമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BDJSന് 4 സീറ്റുകൾ നൽകി ഒതുക്കാനുള്ള നീക്കത്തിലാണ് ബി.ജെ.പി. BDJS ആകട്ടെ 8 സീറ്റുകൾ ചോദിക്കുന്നുണ്ടെങ്കിലും വിജയിക്കാൻ സാധ്യതയില്ലാത്ത സീറ്റുകൾ കിട്ടിയിട്ട് കാര്യമില്ലെന്ന നിലപാടിലുമാണ്. ഇതിനിടെ 4 സീറ്റുകൾ നൽകുമെന്ന് പറയുമ്പോഴും 6-ൽ ഒതുക്കാമെന്ന പ്രതീക്ഷയിലാണ് ബി.ജെ.പി. നേതൃത്വം. 6എങ്കിലും കിട്ടാതെ വഴങ്ങില്ലെന്ന ഉറച്ച നിലപാടിലാണ് തുഷാർ വെള്ളാപ്പള്ളി. 8 സീറ്റാണ് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തോട് BDJS ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബി.ജെ.പി. കേന്ദ്ര നേതൃത്വവുമായുള്ള ചർച്ചകളിൽ 6 സീറ്റ് എന്ന ധാരണയിൽ എത്തിയതായി BDJS വൃത്തങ്ങൾ പറഞ്ഞു. ഇടുക്കിയിലോ ആറ്റിങ്ങലിലോ BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കണമെന്ന ബി.ജെ.പിയുടെ ആവശ്യം BDJSന്റെ പരിഗണനയിലുണ്ട്. ഏകപക്ഷീയമായി 4 സീറ്റ് നൽകി ഒതുക്കാനുള്ള ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രമത്തിനെതിരെ BDJS കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചേക്കും. ആറ്റിങ്ങൽ, കൊല്ലം, പത്തനംതിട്ട, തൃശൂർ, ആലത്തൂർ, മാവേലിക്കര, പാലക്കാട്, ഇടുക്കി, കോട്ടയം എന്നീ സീറ്റുകളിൽ 6 എണ്ണമാണ് BDJS ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംവരണ മണ്ഡലമായ മാവേലിക്കര ബി.ജെ.പി. വിട്ടുനൽകാൻ തയ്യാറായെങ്കിലും ആലത്തൂർ മതിയെന്നാണ് BDJSന്റെ നിലപാട്. ഇത് ബി.ജെ.പി. അംഗീകരിക്കുകയും ചെയ്തു. 30-ന് ചേർത്തലയിൽ ചേരുന്ന BDJS സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ബൂത്ത് തലം മുതൽ ചർച്ചകളിലൂടെ വന്ന നിർദ്ദേശങ്ങൾ സമാഹരിച്ച് സ്ഥാനാർത്ഥികളുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കും. പാർട്ടി നേതാക്കൾക്ക് പുറമെ പൊതുസ്വീകാര്യതയുള്ള പ്രമുഖ വ്യക്തികളെയും പട്ടികയിൽ ഉൾപ്പെടുത്തും. ബി.ജെ.പി. അംഗീകരിച്ചാലും ഇല്ലെങ്കിലും 6 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കാനാണ് BDJSന്റെ തീരുമാനം. അതേസമയം കേരളത്തിലെ ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പൂർണ്ണമായും RSS നിയന്ത്രിക്കുന്ന അവസ്ഥയാണ് നിലവിൽ. പ്രചാരണവും അവർ ഏകോപിപ്പിക്കും. 20 മണ്ഡലങ്ങളിലും RSS നിയമിക്കുന്ന ഒരു സംയോജകനും ഒരു സഹസംയോജകനും ഉണ്ടാകും. നിയമസഭാ മണ്ഡല തലത്തിലും പഞ്ചായത്ത് തലത്തിലും ഇതേ മാതൃകയിൽ RSS നേതാക്കൾക്ക് ചുമതല നൽകും. ബി.ജെ.പി. A ക്ലാസ് മണ്ഡലങ്ങളായി കണക്കാക്കുന്ന 5 ഇടങ്ങളിൽ മുതിർന്ന RSS നേതാക്കൾക്കാണ് ചുമതല. പ്രസാദ് ബാബു തിരുവനന്തപുരം, സുദർശനൻ ആറ്റിങ്ങൽ, KB ശ്രീകുമാർ പത്തനംതിട്ട, A വിനോദ് തൃശൂർ, ഉണ്ണികൃഷ്ണൻ പാലക്കാട് എന്നിവരാണ് ചുമതലക്കാർ. സാമ്പത്തിക കാര്യങ്ങളും RSS നിയന്ത്രണത്തിലാണ് നടക്കുന്നത്. 5 ബൂത്തുകൾ ചേർത്ത് രൂപവൽക്കരിച്ച ഓരോ ശക്തി കേന്ദ്രങ്ങൾക്കും ഒരു മുഴുവൻ സമയ പ്രവർത്തകനെ നിയമിക്കും. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, നിരീക്ഷിക്കുക, നേതൃത്വത്തിന് റിപ്പോർട്ട് ചെയ്യുക എന്നിവയാണ് ചുമതലകൾ. പാർലമെന്റ് മണ്ഡലം ചുമതലക്കാരുടെ നേതൃത്വത്തിൽ അവലോകന ആലോചനാ യോഗങ്ങൾ തുടങ്ങി. മുഴുവൻ സമയ പ്രവർത്തകർക്കുള്ള പരിശീലന ക്യാമ്പ് ഈ മാസമാദ്യം എറണാകുളത്ത് നടന്നു. മുതിർന്ന RSS നേതാക്കളാണ് ക്ലാസ് എടുത്തത്. പിന്നീട് ന്യൂഡൽഹിയിലും ഇവർക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഇതിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.